അസ്സലാമു അലൈക്കും. അപ്പോൾ പെരുന്നാൾക്ക് എപ്പോഴും സ്പെഷ്യലായിട്ടുള്ള ഫുഡ് തയ്യാറാക്കുക എന്ന് പറയുന്നത് നമ്മൾ പെണ്ണുങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ളൊരു കാര്യം തന്നെ ആയിരിക്കുമല്ലോ അല്ലേ. രാവിലെ പള്ളി കഴിഞ്ഞ് വരുമ്പോഴേ, ഉച്ചയ്ക്ക് വീട്ടിൽ അന്നത്തെ ദിവസം ഗസ്റ്റ് വരുമ്പോഴൊക്കെ അപ്പോഴത്തെ പിടിച്ചോളും നല്ല സൂപ്പറായിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് ഇത് തയ്യാറാക്കിയാൽ മതി കേട്ടോ. വാഴൻ്റെ ഇലയിലൊക്കെ പൊതിഞ്ഞ് നമ്മുടെ ചിക്കൻ പാൽ പൊറാട്ട ഒരു രക്ഷയില്ല. നമ്മൾ ഹോട്ടലിലൊക്കെ പോയിട്ട് കഴിക്കുന്ന അതേ രുചി തന്നെയാണ് കേട്ടോ. ആ ഒരു കറക്റ്റ് സീക്രറ്റോട് കൂടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ അതേപോലെ കഴിഞ്ഞ വീഡിയോയിൽ ഹൈദരാബാദി ബീഫ് ബിരിയാണിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നേ. അന്നത്തേക്ക് അതും കൂടെ സ്പെഷ്യലാക്കിക്കോളൂ കേട്ടോ. അപ്പോൾ പെരുന്നാൾക്ക് രാവിലെ ഇതും അതുപോലെ ഹൈദരാബാദി ബീഫ് ബിരിയാണിയും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാലുണ്ടല്ലോ ഒരു രക്ഷയില്ല. അപ്പോൾ അന്നത്തെ ദിവസം സംഭവം പൊളിക്കട്ടോ. മാഷാ അല്ലാ. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്, അഭിപ്രായം അറിയിക്കുക. പെരുന്നാൾ എല്ലാവരും അല്ലാഹ് ഹയറാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് കിടക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു 5 വലിയുള്ളി അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. അതിവിടെ അരിഞ്ഞ് വെച്ചതാണ്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചെടുക്കാം. ചൂടായി കഴിഞ്ഞതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം, കടുക് പൊട്ടിച്ചെടുക്കാം, ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ പൊട്ടിച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള വലിയുള്ളിയും കൂടെ ചേർത്ത് വഴറ്റി കൊടുക്കുകയാണ്. ഇതൊരു 8 പേർക്ക് നല്ല അടിപൊളിയായിട്ട് കഴിക്കുന്ന ക്വാണ്ടിറ്റിയിലാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ച് പേരാണെങ്കിൽ കുറച്ചുള്ളൂ. 8 പേരല്ല ഒരു 10 പേരാണെങ്കിൽ ഈ ഒരു ക്വാണ്ടിറ്റിക്ക് സൂപ്പറായിട്ട് കഴിക്കാനുണ്ടാവും കേട്ടോ. അപ്പോൾ ഉള്ളിലോട്ടൊക്കെ ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് വഴറ്റി കൊടുക്കാം. 3 തക്കാളി അരിഞ്ഞത് ഇനി അതും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറുതാണെങ്കിൽ 4 എണ്ണം എടുത്തോളൂ. ഉള്ളി ഒന്ന് വഴന്ന് വന്നതിന് ശേഷമാണ് തക്കാളി ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ വേണം. 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. നമ്മൾ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യല്ലോ, കുട്ടി പീസാക്കിയിട്ട് അങ്ങനെ വേണം കേട്ടോ കട്ട് ചെയ്യാൻ. കറി പീസാക്കിയിട്ട് കട്ട് ചെയ്യരുതേ. തക്കാളി ശരിക്കും ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ചിക്കൻ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം വെള്ളുള്ളിൻ്റെ പേസ്റ്റും കൂടെ ചേർത്തിട്ട് ശരിക്കും ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ വേണേ. കാശ്മീരിൻ്റെ മുളകും പൊടി 1 ടീസ്പൂണ്, മല്ലിപ്പൊടി 1 ടീസ്പൂണ്, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് ഗരം മസാല അതായത് ബിരിയാണി മസാലപ്പൊടി, പിന്നെ 1 ടീസ്പൂണോളം ഇറച്ചി മസാല. എന്നിട്ട് എല്ലാം കൂടെ ചേർത്ത് ശരിക്കും ഒന്ന് വഴറ്റി കൊടുക്കാം. എരിവ് വേണ്ടവർക്ക് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. എന്നിട്ട് നമുക്കൊരു ഇച്ചിരി വെള്ളമില്ലാതെ വേണം അത് വേവിച്ചെടുക്കാനായിട്ട്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വെള്ളം ഇറങ്ങി വരും, നല്ല രീതിക്ക് വെന്തും കിട്ടും കേട്ടോ. അപ്പോഴേതാണ്ട ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ ഏറ്റവും കൂടുതൽ രുചി കൂട്ടാൻ പോകുന്ന ഒരു സ്പെഷ്യലാണ് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. നമുക്കൊരു പോട്ട് അടുപ്പത്തേക്ക് വെച്ചെടുക്കാം, വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. അത് ചൂടായി കഴിഞ്ഞതിന് ശേഷം ചുവന്നുള്ളി കുറച്ച് അധികം എടുത്തോളൂ കേട്ടോ. നല്ലപോലെ ചെറുതാക്കി അരിഞ്ഞത് പിന്നെ ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കറിവേപ്പിലയും കൂടെ പൊട്ടിച്ചെടുക്കാം. ഇതിൻ്റെ കളറൊന്ന് മാറി വരണേ, ഒരു ഗോൾഡൻ കളറാകുമ്പോഴേ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അതിനുശേഷം നമുക്ക് കട്ടി തേങ്ങാപ്പാലാണ് ഇതിലേക്ക് വേണ്ടത്. ഒരു തേങ്ങ ചിരകിയത് മുഴുവൻ എടുത്തോളൂ കേട്ടോ. അത് എന്നിട്ട് നല്ല കട്ടിക്ക് പാലെടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫാക്കി കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കണം ഇതിലേക്ക് ഒഴിച്ചെടുക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു വെള്ള കളറ് പോകും കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഇതിൻ്റെ രുചി കൂട്ടാനുള്ള സീക്രറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്തായാലും സ്പെഷ്യലാണ്. അത് നല്ല കട്ടിക്ക് തന്നെ തയ്യാറാക്കണം കേട്ടോ. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് വാഴണ്ടല. അപ്പോൾ ഇവിടെ ഒരു 3 വാഴണ്ടല എടുത്തിട്ടുണ്ട്. 3 എണ്ണമുള്ളേ കിട്ടുള്ളൂ, അതാണ്. പിന്നെ നമുക്ക് പൊറാട്ട വേണം. പൊറാട്ടൻ്റെ റെസിപ്പീസ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 രീതിക്ക് തയ്യാറാക്കുന്ന റെസിപ്പീസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ വേണേൽ ലിങ്ക് പിന്നെ ഇത് വെക്കാം. ഏറ്റവും സോഫ്റ്റായിട്ടും ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കുന്ന പൊറാട്ടാണ്, അടിക്കാതെയും വീശാതെയും ഒക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി കണ്ടു നോക്കൂ, എന്നിട്ട് ഇതുപോലെ ട്രൈ ചെയ്യൂ. അപ്പോൾ വാഴണ്ടല ശരിക്കും കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ ഇതൊന്ന് അങ്ങനെ തീൻ്റെ മുകളിലൊന്ന് ഇങ്ങനെ കാണിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോഴും നല്ല സോഫ്റ്റായിട്ട് കിട്ടുമല്ലോ എല്ലാം. മടക്കാൻ പറ്റും, മറ്റേത് പെട്ടെന്ന് പൊട്ടിപ്പോവും മടക്കുന്ന സമയത്ത്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന തന്നെയാണ്, ഞാൻ പിന്നെ ഒന്ന് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ 2 സൈഡും ഇതാണ്ട് ആ ഒരു തീയിൽ വെച്ചിട്ടൊന്നിങ്ങനെ കാണിച്ച് അതൊന്ന് മയക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട പൊരിച്ചത് വേണം. അതിലോട്ടൊക്കെ ഉള്ളിയൊന്നും ചേർക്കുന്നില്ല, കാലി ഉപ്പും മല്ലിയിലയും മാത്രം ചേർത്തിട്ട് പൊരിച്ചെടുക്കുന്ന മുട്ടാണ്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് തയ്യാറാക്കുക. 3 മുട്ട പൊരിച്ചതാണ് ഇവിടെ തയ്യാറാക്കുന്നത്. കാരണം 3 വാഴണ്ടലയിലല്ലേ പൊതിഞ്ഞെടുക്കാൻ പോകുന്നത്. അപ്പോൾ വാഴണ്ടലയിൽ ഒരു പൊറാട്ട ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇതാണ്ട് നമ്മുടെ തേങ്ങാപ്പാൽ അത്യാവശ്യം നല്ലോണം ഒഴിച്ചെടുത്തോളൂ കേട്ടോ. ഇതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ, തേങ്ങാപ്പാൽ. എന്നിട്ട് നമ്മുടെ ചിക്കൻ്റെ മസാലക്കൂട്ടുണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടെടുക്കാം. ഒരു പൊറാട്ടൻ്റെ മുകളിലേക്ക് ഒരു 4 പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ടേക്ക് മുട്ട പൊരിച്ചതും പിന്നെ പൊറാട്ടയും പിന്നെ വീണ്ടും തേങ്ങാപ്പാൽ അത്യാവശ്യം നല്ലപോലെ ഒഴിച്ചെടുക്കുന്നുണ്ട്.
എന്നിട്ട് ഇതൊന്ന് മടക്കി കൊടുക്കുക കേട്ടോ. നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് മടക്കിയെടുക്കാൻ പറ്റും, കാരണം അതൊന്ന് വാട്ടിയെടുത്തതല്ലേ. വാട്ടിയെടുക്കണം കേട്ടോ. എപ്പോഴും വാഴേണ്ടല്ല ഇതേപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കുന്ന സമയത്ത് ഇത് ശരിക്കും ഹോട്ടലിലൊക്കെ പോയിട്ട് കഴിക്കുമ്പോൾ ഭയങ്കര രസമാണ്. അപ്പോഴന്നെ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് എന്താണ് ഇത്ര രുചി കിട്ടാനുള്ള കാരണം എന്നുള്ളത്. അപ്പോഴതിൻ്റെ സീക്രട്ട് മനസ്സിലാക്കിയെടുത്തത് തേങ്ങാപ്പാലാണ്. ചുമ്മാ ഒഴിച്ചെടുക്കുന്ന തേങ്ങാപ്പാലൊന്നല്ല, അത് നല്ല വെളിച്ചെണ്ണയിൽ ഇങ്ങനെ വറവ് ഇട്ടിട്ടുള്ള തേങ്ങാപ്പാലായിട്ടാണ് ഇത്ര രുചിയായിട്ട് നമുക്ക് കിട്ടുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ആ ഒരു ചിക്കൻ്റെതും, ആ ചിക്കൻ എത്ര സിമ്പിളായിട്ടാണ് തയ്യാറാക്കിയത്, പക്ഷെ അതിൻ്റെ രുചി എന്ന് പറയുന്നത് കിഡുവാണ് കേട്ടോ, കിഡു. ഇതിനി ഒന്ന് ചുട്ടെടുക്കുന്നത് തവൻ്റെ മുകളിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ 2 എണ്ണമാണ് ഇങ്ങനെ ഈ രീതിക്ക് കാണിച്ചു തരുന്നത്. ഇനിയിപ്പം നിങ്ങളുടെ വീട്ടിൽ ഫ്രൈ പാൻ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ എളുപ്പമായി, ഫ്രൈ പാനിലും കൂടെ ചെയ്ത് കാണിച്ചു തരാം. സത്യം പറയാമല്ലോ, ചട്ടി എൻ്റെ കയ്യിലില്ല, അതാണ് ഞാൻ ചട്ടിയിൽ കാണിച്ചു തരാത്തത്. ശരിക്കും ചട്ടിയിൽ തന്നെ സൂപ്പറായിരിക്കും കേട്ടോ. ചട്ടിയൊക്കെ റൂമൊക്കെ അങ്ങോട്ട് ഷിഫ്റ്റ് ആകുന്ന സമയത്ത് പൊട്ടിപ്പോയി. പിന്നെ ലുലുവിൽ പോയിട്ട് വാങ്ങിയിട്ട് 2 തവണ മയക്കിയെടുക്കുമ്പോഴത്തേക്കും അതും പൊട്ടി. ഇനി നാട്ടിൽ പോയിട്ട് എന്നിട്ട് വേണം വാങ്ങിക്കൊണ്ടുവരാൻ. അപ്പോഴിതാണ്ട് ഫ്രൈ പാനിലോട്ടേക്ക് വാഴൻ്റെ ഇങ്ങനെ വെച്ചെടുത്തു, പൊറാട്ട വെച്ച് കൊടുത്തു, നമ്മുടെ ചിക്കൻ പെരട്ടുണ്ടല്ലോ അതിങ്ങനെ ഇട്ട് കൊടുത്തു. എന്നിട്ട് ദണ്ട നല്ലപോലെ നമുക്ക് തേങ്ങൻ്റെ പാൽ ഒഴിച്ചെടുക്കാം, മുട്ട പൊരിച്ചത് വെക്കാം, വീണ്ടും പൊറാട്ട വെക്കാം, വീണ്ടും നല്ല പോലെ നമ്മുടെ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചെടുക്കാം കേട്ടോ. ശരിക്കും ഇത് പിന്നെ സിമ്പിളായിട്ടുള്ളൊരിതാണ്. ഇങ്ങനെ പറ്റുന്നവർ ഇങ്ങനെ ചെയ്തോളൂ. പിന്നെ ഇതാകുമ്പോൾ പിന്നെ വലിയ മടക്കലും കുറുക്കലും ഒന്നുമില്ല. ഞാൻ എന്താക്കിയറിയാം, ഒരു വാഴൻ്റെ പകുതിയാക്കിയിട്ട് മുറിച്ചു. അങ്ങനെ ആകുമ്പോൾ എന്താ അറിയാം, നമുക്ക് പിന്നെ 2 ഇതിലങ്ങനെ കിട്ടും, ഒന്നും കൂടെ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ 4 എണ്ണം ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ്ട് 2ഉം അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടുള്ളൂ കേട്ടോ. പിന്നെ അതേപോലെ മൂടി വെക്കാൻ വേണ്ടി മറക്കരുത്. ഒരു 5 മിനിറ്റ്സ് കഴിയുമ്പോൾ തന്നെ ഒരു നെരിഞ്ഞൊരു സൗണ്ട് വരും. അപ്പോഴിതിൻ്റെ മുകളിലോട്ടൊക്കെ വെള്ളം തളിച്ച് കൊടുക്കാൻ മറക്കരുത്. അത്യാവശ്യം നല്ലോണം വെള്ളം തളിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ്സ് അങ്ങനെ വെക്കുകയാണെങ്കിൽ സംഭവം റെഡി ആയിട്ട് കിട്ടും. പിന്നെ ഒരു ചെറിയൊരു വാഴൻ്റെ ബാക്കിയുള്ളത് വേറൊരു തവയിൽ ഇതാണ്ട് വേറെ രീതിക്ക് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിലിങ്ങനെ ഒരുപാട് ഇങ്ങനെ പാലൊഴിക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ, കാരണം വാഴണ്ടല്ലായിരുന്നു മടക്കാൻ വേണ്ടിയിട്ട്. എന്നാലും കുഴപ്പമില്ല, മറ്റേത് നമുക്ക് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോഴിതാണ്ട് ഫ്രൈ പാനിലുള്ളതും പിന്നെ തവയിലുള്ളതും 2 രീതിക്ക് തന്നെയാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കി. മറ്റേത് മടക്കിയിട്ടും ഇതിങ്ങനെ ഏറ്റവും എളുപ്പത്തിലും എന്താണോ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നുന്നത് അതിൽ തന്നെ ചെയ്യുക. ചട്ടിയുള്ളവരാണെങ്കിൽ ഈ രീതിക്ക് ഇതാണ്ട് നമ്മൾ ഫ്രൈ പാനിൽ ചെയ്തില്ലേ ആ രീതിക്ക് തന്നെ ചട്ടിയിൽ അങ്ങനെ ചെയ്തു പോയാൽ മതി കേട്ടോ. എന്ത് രസമാണ് ഇത് കഴിക്കാൻ, രക്ഷയില്ല കേട്ടോ. സൂപ്പർ വെച്ചാൽ കിട്ടു ടേസ്റ്റാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് തോന്നുന്നു അധികം ആൾക്കാർ ഇത് ഉണ്ടാക്കി പിന്നെ കഴിഞ്ഞ റെസിപ്പി തന്നെ ആയിരിക്കും, പക്ഷെ ഇങ്ങനെ പാലിൽ തയ്യാറാക്കി നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ശരിക്കും ആ ഹോട്ടലിൽ പോയിട്ട് കഴിക്കുന്ന ആ ഒരു ഫീൽ തന്നെ കിട്ടും. പിന്നെ ചിക്കൻ്റെ ഇതുപോലെ തന്നെ തയ്യാറാക്കി വെക്കുക കേട്ടോ. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഹോട്ടലിൽ പോയിട്ട് കഴിച്ച് നോക്കും. നമ്മൾ 2 ഉണ്ടാക്കിയ ഒരേപോലെ ആയിരിക്കും, ഒരു വ്യത്യാസം ഉണ്ടാവില്ല. അതിൻ്റെ സീക്രറ്റ് എന്ന് പറയുന്നത് നമ്മുടെ തേങ്ങാപ്പാൽ. അപ്പോൾ പെരുന്നാൾക്ക് വീട്ടിൽ വിരുന്നാരൊക്കെ വരുന്ന സമയത്ത് ഇത് എന്തായാലും ഉണ്ടാക്കി കൊടുക്കണം. ഇനിയിപ്പോൾ വിരുന്നാർ വന്നിട്ടില്ലെങ്കിലും ഒന്ന് ഉണ്ടാക്കിക്കോളൂ രാവിലത്തോട്ടേക്ക്. ഇതൊരു വെറൈറ്റിയാണ്, എളുപ്പത്തിൽ നമുക്ക് പണിയും തീരും. പൊറാട്ടക്കുള്ള മാവ് തലേന്ന് കുഴച്ചാൽ മതി. അപ്പോൾ രാവിലത്തെ പണി എളുപ്പമായി കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ ഫ്രണ്ട്സൊക്കെ ഫാമിലിക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ വീട്ടിൽ വിരുന്നാർ വരികയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു 3 എണ്ണം ഉണ്ടാക്കി കൊടുത്താൽ മതി, കുറേ ആൾക്കാർക്ക് തിന്നാനുണ്ടാവും, അത്ര ക്വാണ്ടിറ്റിക്ക് ഉണ്ട് ഇത്. അപ്പോൾ പെരുന്നാൾക്കുള്ള 2 റെസിപ്പിയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അതുപോലെ ലഞ്ച് റെസിപ്പിയും 2 നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഹൈദരാബാദി ബീഫ് ബിരിയാണി ഒരു രക്ഷയില്ല കേട്ടോ, 100% ടേസ്റ്റാണത്. ആ പറഞ്ഞ അതേ രീതിക്കുള്ള അളവിൽ തയ്യാറാക്കിയാൽ മതി. 1 കിലോൻ്റെ അളവിലായിരുന്നു ഞാൻ പറഞ്ഞു തന്നത്. ഇനി നിങ്ങൾക്ക് 2-3 കിലോ എടുക്കണമെങ്കിൽ എല്ലാത്തിൻ്റെ അളവ് കുറച്ച് കൂടുതൽ എടുത്താൽ മതി. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്. ബൈ ബൈ, അസ്സലാമു അലൈക്കും. എല്ലാവരും ഈദ് അല്ലാഹ് ഹൈറാക്കട്ടെ. ആമീൻ.